ഓക്കെ, ശ്രദ്ധിക്കേ. ആംഗിൾ ഓഫ് റിപ്പോസ് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞായിരുന്നു. ഇനി കാണിച്ചു തരണ്ടല്ലോ അത്, എല്ലാരും ഉണ്ടായിരുന്നല്ലേ? ഇറ്റ് ഈസ് എ ഇൻക്ലിനേഷൻ ഓഫ് എ പ്ലെയിൻ when the body is about to slide down. എഴുതിയായിരുന്നോ നമ്മള്? എഴുതിയായിരുന്നു. It is the inclination of the plane when the body is about to slide down. ഫിഗർ ഞാൻ വരച്ച് കാണിച്ചായിരുന്നില്ലേ? ഓക്കെ, ഈ ബോഡിയുടെ ഒന്ന് ജസ്റ്റ് നോക്കണേ. ഈ ബോഡിയുടെ വെയിറ്റ് എങ്ങോട്ടായിരിക്കും? നേരെ താഴേക്കായിരിക്കും. വെയിറ്റ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഓക്കെ, ഇനി ഇതിന്റെ റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെയായിരിക്കും? റിയാക്ഷൻ ഫോഴ്സ് ബോഡിക്ക് നോർമൽ ആയിട്ട് ഇപ്പൊ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റിന് ഇപ്പൊ ഈ ബോഡി സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കണതെങ്കിൽ വെയിറ്റ് താഴേക്കാണെങ്കിൽ റിയാക്ഷൻ നേരെ പൊക്കത്തേക്കായിരിക്കും അല്ലെ? പക്ഷെ ഇവിടെ ബോഡി ഒന്ന് ചരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇങ്ങോട്ടല്ലേ പോവുള്ളൂ. ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണയാണെങ്കിൽ, ഇപ്പൊ ഇങ്ങനെ ഇരിക്കണയാണെങ്കിൽ റിയാക്ഷൻ ഇങ്ങോട്ട്, വെയിറ്റ് ഇങ്ങോട്ട്. പറഞ്ഞുതരാം. ബോഡി ഇങ്ങോട്ട് വീഴാൻ പോണേ. അപ്പൊ അതിന്റെ റിയാക്ഷൻ ഫോഴ്സ് നേരെ പൊക്കത്തേക്കായിരിക്കില്ലേ? ഇങ്ങനെ കാണിച്ചു തന്നത്. ഇങ്ങനെ ഇരിക്കണ ബോഡി, ഇങ്ങനെ ഇരിക്കണേന്ന് വിചാരിക്കും. ബോഡിയുടെ വെയിറ്റ് നേരെ താഴേക്കായിരിക്കും, പക്ഷെ റിയാക്ഷൻ ഈ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. മനസ്സിലായ? വെയിറ്റ് നേരെ താഴേക്ക്, ബോഡി എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ നേരെ താഴേക്ക് വരും. പക്ഷെ റിയാക്ഷൻ എന്ന് പറയുന്നത് ബോഡി ഏത് പൊസിഷനാണോ ഇരിക്കുന്നത് ബോഡിക്ക് നോർമൽ ആയിട്ട്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ ഇങ്ങനെ വരും. ഓക്കെ, ബോഡി ചരിഞ്ഞാണ് ഇരിക്കുന്നെങ്കിലും ബോഡിക്ക് നോർമൽ ആയിട്ട്, അത്ര ഓർത്താൽ മതി. നോർമൽ ആയിട്ട് വരക്കുക. റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങനെ, വെയിറ്റ് ഇങ്ങനെ. അപ്പൊ നമുക്കിത് റിസോൾവ് ചെയ്യാൻ പറ്റുമോ? ബാലൻസ് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു mg താഴേക്കാണെങ്കിൽ അതിന്റെ നേരെ പൊക്കത്തുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇപ്പൊ റിയാക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഈ ഡയറക്ഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ ബാലൻസ്ഡ് ആക്കി എഴുതാൻ പറ്റുള്ളൂ അല്ലെ? ഇതിപ്പോ ഈ ഒരു കണ്ടീഷനിൽ ശ്രദ്ധിച്ച, ഈ ഒരു കണ്ടീഷനിൽ r ഈക്വൽ ടു mg എന്നേക്ക് പറയാൻ പറ്റുമോ? ഇല്ല, രണ്ടും നേരെയല്ലല്ലോ. ഇപ്പൊ mgക്ക് നേരെ പൊക്കത്തേക്കാണ് ആണെങ്കിൽ നമുക്ക് r ഈക്വൽ ടു mg എന്ന് പറയാം. പക്ഷെ ഇവിടെ അത് പോസിബിൾ ആണോ? അല്ല. ഈ ഫിഗർ ഒന്ന് വരച്ചേ, പറഞ്ഞ ഫിഗർ വരട്ടെ. വരച്ച ഓക്കെ. അപ്പൊ mgക്ക് നേരെ പൊക്കത്ത് വരെ കമ്പോണന്റ് ഒന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാലൻസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ r-ന് നേരെ ഓപ്പോസിറ്റ് വേണം, അല്ലെങ്കിൽ mgക്ക് നേരെ പൊക്കത്തേക്ക് വേണം. അപ്പൊ നമുക്ക് ഈ mgയുടെ കമ്പോണന്റിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഇത് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ. ഓക്കെ, അതെങ്ങനെയാ ഒന്നു മനസ്സിലായോ? ഇത് തീറ്റ ആണെങ്കിൽ ഇത് 90 അല്ലേ? ഓക്കെ, അപ്പൊ ഇത് 90 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ 90 മൈനസ് തീറ്റ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് 90. ജസ്റ്റ് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ തീറ്റ. ജസ്റ്റ് തീറ്റ മാർക്ക് ചെയ്യുക, അതൊന്ന് റിസോൾവ് ചെയ്യാം. mgനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഇങ്ങോട്ട് ഒരു കമ്പോണന്റ്, ഇങ്ങോട്ടൊരു കമ്പോണന്റ്. ഇനി ശ്രദ്ധിക്കുക, തീറ്റ എവിടെയാണോ അവിടെ ആയിരിക്കും കോസ് തീറ്റ ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. ഇപ്പൊ നമ്മളൊരു കമ്പോണന്റിനെ റിസോൾവ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റും ആയിട്ട് റിസോൾവ് ചെയ്യും. ഇപ്പൊ ഇത് mg ആണെങ്കിൽ നമുക്ക് mg കോസ് തീറ്റ, mg സൈൻ തീറ്റ എന്ന് എഴുതും. അപ്പൊ തീറ്റ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന എവിടെയാണോ അവിടെ ആയിരിക്കും എന്ത് വരുന്നത്? കോസ് തീറ്റ വരുന്നത്. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ നമുക്ക് ഇത് mg കോസ് തീറ്റ, mg സൈൻ തീറ്റ മാർക്ക് ചെയ്ത് പോയിക്കേ. mg കോസ് തീറ്റ, mg സൈൻ തീറ്റ. ഇത് mg കോസ് തീറ്റ, ഇത് mg സൈൻ തീറ്റ. ഇത് തീറ്റ ആയതുകൊണ്ട് ഇവിടെ തീറ്റ വെള്ള ഇതല്ലേ? ഇത് തീറ്റ എന്ന് പറയുമ്പോൾ ഇത് 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് 90 മൈനസ് തീറ്റ വരും. 90 മൈനസ് തീറ്റ പ്ലസ് തീറ്റ എന്ന് പറയുന്നതാണ് തീറ്റ. ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചിട്ട് തന്നെ പോണതായിരിക്കും നല്ലത്. ചോദിക്കുമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ടത്. കുറച്ച് കാര്യങ്ങളൊന്നും നോക്കി തന്നെ പോണം. ചെയ്ത് ഇതേ രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക.
ഓക്കെ. അപ്പൊ നമുക്ക് രണ്ട് കമ്പോണന്റ് കിട്ടി. ഇപ്പൊ റിയാക്ഷൻ ഫോഴ്സിന് ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് ഏത് കിട്ടി? നേരത്തെ നമുക്ക് ഇല്ലായിരുന്നു, റിയാക്ഷൻ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ എംജിനെ റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണന്റ് ആക്കിയത്. ഒന്നുകൂടെ പറയാം. ആംഗിൾ ഓഫ് റിപ്പോസ് എന്താന്ന് മനസ്സിലായല്ല? ഇൻക്ലിനേഷൻ ഓഫ് പ്ലെയിൻ വെൻ ദ ബോഡി ഈസ് അബൌട്ട് ടു സ്ലൈഡ് ഡൗൺ. അപ്പൊ നമ്മള് ഒരു ബോഡി കൺസിഡർ ചെയ്തു. ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അത് എല്ലാ കേസിലും ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഇനി നമ്മൾ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് നിൽക്കും, ബോഡിക്ക് നോർമൽ ആയിട്ട്. ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ ബോഡി വരച്ചേക്കുന്നതെങ്കിൽ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡും, റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നോർമൽ എന്ന് പറയുമ്പോൾ ഈ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ, അപ്പൊ സ്ട്രെയിറ്റ് തന്നെ വരും. പക്ഷെ ഞാൻ ചരിച്ചാണ് ഇവിടെ ബോഡി വെച്ചേക്കുന്നത്, ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കുന്നത്. അപ്പൊ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. മനസ്സിലായ? അത് നമ്മൾ വരച്ചേക്കുന്നു. അപ്പൊ നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് എപ്പോഴും നമ്മൾ റിയാക്ഷൻ ഫോഴ്സിനെ ബാലൻസ് ചെയ്യണ കമ്പോണന്റ് ഇപ്പുറത്ത് വേണം. പക്ഷെ അവിടെ കമ്പോണന്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഡോട്ടഡ് ലൈൻസ് ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ എംജിനെ നമ്മൾ റിസോൾവ് ചെയ്ത്. എംജി ക്യാൻ ബി റിസോൾവ് ഇൻ ടു ടു കമ്പോണന്റ്സ്, എംജി കോസ് തീറ്റ ആൻഡ് എംജി സൈൻ തീറ്റ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ റിയാക്ഷൻ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ഇവിടെ കിട്ടി. ഏത് കമ്പോണന്റാ ബാലൻസ് ചെയ്യുന്നത്? ആർ ഈക്വൽ ടു എംജി കോസ് തീറ്റ. ഓക്കെ. ഇനി അടുത്ത ഒരു കമ്പോണന്റ് ഇവിടെ എംജി സൈൻ തീറ്റ. എംജി കോസ് തീറ്റക്ക് നമ്മളൊരു കമ്പോണന്റ് എഴുതി. അപ്പൊ എംജി സൈൻ തീറ്റനെ ബാലൻസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് വേണം. എംജി സൈൻ തീറ്റനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയണേ. എംജി സൈൻ തീറ്റ ഇങ്ങോട്ട്. അപ്പൊ എംജി സൈൻ തീറ്റനെ ബാലൻസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ഇവിടെ വേണം, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ ഈ ഒരു ലൈനിൽ ഒരു കമ്പോണന്റ് വേണം. ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് വരുന്നത്. നോക്കിക്കേ, ബോഡി ഇങ്ങനെ ഇരിക്കുന്ന ബോഡി ഞാൻ ആംഗിൾ കൂട്ടുന്നോറും ബോഡി ഇങ്ങോട്ടല്ലേ വീഴാൻ പോകുന്നത്. ബോഡിയുടെ മോഷൻ അപ്പൊ എങ്ങോട്ടാ? ഞാൻ ചരിക്കിപ്പോ ഇങ്ങനെ വെച്ച ബുക്ക് ഞാൻ ചരിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നോറും ബോഡി ഈ ഡയറക്ഷനിൽ വന്ന് ബോഡി ഇങ്ങോട്ടാണ് വീഴാൻ പോകുന്നത് അല്ലെ? അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്. മനസ്സിലായ? ഓക്കെ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന കമ്പോണന്റ് ഏതായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? അപ്പൊ mg sin theta equal to f. ഇതന്നല്ലോ കേൾക്കാൻ പറ്റുമോണ്ടാ? വോയിസ് ഉണ്ടാ അവിടെ? സൗണ്ട് കൂടുതലാണ്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത പോലെ തോന്നണം. കുഴപ്പമില്ലല്ലോ. ഓക്കെ. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. R equal to mg cos theta, F equal to mg sin theta. ഇനി നമുക്ക് ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാം. F by ഇക്വേഷൻ നമ്പർ 1 എഴുതല്ലട്ടെ, ഞാൻ സെന്റൻസ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. F by R equal to mg sin theta by mg cos theta. mg ക്യാൻസൽ ആയി, ബാക്കിയുള്ളത് F by R equal to tan theta. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുക്കാം. F by R എന്ന് പറഞ്ഞപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഓക്കെ. എഫ് എസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ പഠിപ്പിച്ചില്ലേ? ഇവിടെ സ്റ്റാറ്റിക് ഓർ കൈനറ്റിക് എന്തോ ആവട്ടെ, എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അപ്പൊ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഏത് കോൺസ്റ്റന്റ് ആ കൊടുത്തത്? മ്യൂ ആർ. ഓക്കെ. ഇവിടെ ഒരു എസ് ഉണ്ടെന്നല്ലേ? സ്റ്റാറ്റിക് ആണെങ്കിൽ എസ് ആകും, കൈനറ്റിക് ആണെങ്കിൽ ഇവിടെ ഒരു കെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ സ്റ്റാറ്റിക് ആണ്. എഫ് എസ് ആണെങ്കിൽ ഇവിടെ മ്യൂ എസ് വരും, എഫ് കെ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? മ്യൂ കെ വരും. ഓക്കെ. ഇനി കൺഫ്യൂഷൻ വേണ്ട, ഇപ്പൊ എസ് എന്ന് തന്നെ എടുക്കാം, ബോഡി സ്റ്റാറ്റിക് ആയിട്ട് ഇരിക്കണല്ലേ. മ്യൂ എസ് ആർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മ്യൂ എസ് ഈക്വൽ ടു എഫ് ബൈ ആർ എന്ന് കൊടുക്കാമല്ല. അപ്പൊ ഇവിടെ എന്തെന്ന് കൊടുക്കാം? മ്യൂ എസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇതാണ് ആംഗിൾ ഓഫ് റിപ്പോസിന്റെ ഇക്വേഷൻ കേട്ടോ. ഓക്കെ. ഇനി എഴുതിക്കോ. ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യത ഉണ്ടോ? നമുക്കൊന്നും വിടാൻ പറ്റില്ല ഈ ചാപ്റ്ററിൽ. എവിടെ വരെ എഴുതിയായിരുന്നു? ഇറ്റ് ഈസ് എ ഇൻക്ലിനേഷൻ ഓഫ് എ പ്ലെയിൻ വെൻ ദ ബോഡി ഈസ് അബൌട്ട് ടു സ്ലൈഡ് ഡൗൺ. ബോഡി ഈസ് അബൌട്ട് ടു സ്ലൈഡ് ഡൗൺ. ഇതുകൂടി എഴുതിക്കോ. വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. Weight of the body is acting vertically downward. എഴുതിയാ? And the reaction force is acting. Weight of the body is acting vertically downward. Weight എപ്പോഴും vertically downward ആയിരിക്കും. Reaction force
റിയാക്ഷൻ ഫോഴ്സ് ഈസ് ആക്ടിങ് നോർമൽ ടു ദ ബോഡി, അതായത് ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും. എഴുതിയാ മനസ്സിലായില്ലേ? നോർമൽ എന്താടാ വി ഈക്വൽ ടു റൂട്ട് ആർ ജി അല്ലേ? അത് ലെവൽഡ് റോഡിന്റെ, അത് എടുത്തിട്ടില്ല, എടുക്കാടുത്ത്. ഏതാണ് ഏത്? പറഞ്ഞ മനസ്സിലാക്കിട്ട് എഴുതും. ഫിഗർ വരച്ചിട്ട് എഴുതണം കേട്ടോ പോയിന്റ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ഇസ് ആക്ടിങ് നോർമൽ ടു ദ ബോഡി. റിയാക്ഷൻ ഫോഴ്സ് നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും ബോഡിക്ക്. അത് ഏത് കേസിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. റിയാക്ഷൻ ഫോഴ്സ് നോർമൽ ആയിട്ട് നിൽക്കും, വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡും ആയിരിക്കും. ഓക്കെ, അടുത്തത് കൈനറ്റിക് ഫ്രിക്ഷൻ. രണ്ട് ടൈപ്പ് കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, അത് എഴുതിക്കോ. കൈനറ്റിക് ഫ്രിക്ഷൻ, there are two types of kinetic friction. There are two types of kinetic friction: sliding friction and rolling friction. Sliding friction, rolling. Just a sentence മാത്രമേ എഴുതുന്നുള്ളൂ, ടോപ്പിക് എടുക്കാം. Sliding friction and rolling friction. Kinetic friction. Kinetic friction are two types: rolling friction and sliding friction. ഓക്കെ, അതൊന്ന് ഡിഫൈൻ ചെയ്ത് ജസ്റ്റ് എഴുതി വെച്ചോ, ജസ്റ്റ് വായിച്ചാൽ മതി. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എഴുതിക്കോ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, sliding friction is the frictional force. Sliding friction is the frictional force when one body slides over another. When one body slides over another. When one body slides over another. Rolling friction എടുത്തത്. Rolling friction is a frictional force which acts when one body rolls over another. When one body rolls over another. മനസ്സിലാക്കി എഴുതണോട്ടെ ഇതൊക്കെ. ഓക്കെ, അടുത്തത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. കഴിഞ്ഞില്ലേ? അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. Okay, advantages and disadvantages. Advantages എഴുതിക്കോ. We are able to walk on ground. We are able to walk on ground. We can hold object in hand. We can hold object in hand. ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. We can hold object in hand. Disadvantages. Advantages പറയണേ, ഞാൻ ജസ്റ്റ് വായിക്കാൻ വേണ്ടി രണ്ടെണ്ണം തന്നേ ഉള്ളൂ. Okay, disadvantages. When a vehicle moves,
when a vehicle moves, lot of energy lost, lot of energy lost to overcome friction, lot of energy lost to overcome friction. Okay, അടുത്തത് lot of, when a vehicle moves, lot of energy lost to overcome friction. അടുത്തത് the heat produced by machines, the heat produced by machines cause wear and tear, wear and tear. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ മെഷീൻസ്, അപ്പൊ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ മെഷീൻസിനൊക്കെ ഒരു തേഞ്ഞിരിക്കണ പോലെ വരില്ലേ, അത് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയാ വിയർ ആൻഡ് ടയർ. അടുത്തത് ഇനേർഷ്യൽ ആൻഡ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് പറയുന്നത് ഇനേർഷ്യൽ ആൻഡ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫ്രെയിം FRAME ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇതൊക്കെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാനില്ല, ജസ്റ്റ് ആ ടോപ്പിക് ഉള്ളതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകണമെന്നുള്ളു. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒരാളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ മറ്റൊന്ന് പറയില്ലേ, അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഒരു ഫ്രെയിം വെച്ച് നമ്മൾ പറയും, ഇപ്പൊ ഈ ഒരു വെഹിക്കിളിനെ കമ്പയർ ചെയ്തിട്ട് ഞാനവിടെ അടുത്ത വെഹിക്കിളിന്റെ ഇത് പറഞ്ഞു, ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരു കാർ ഉണ്ട്, ആ കാറിനെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞത് ഇതിന്റെ വെലോസിറ്റി വെച്ച് നോക്കാനാണെങ്കിൽ അതിന്റെ വെലോസിറ്റി കൂടുതലാണ് കുറവാണെന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഒരാളെ റെഫർ ചെയ്തിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ഫ്രെയിം ഓഫ് റെഫറൻസിന് പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പറയാം എന്റെ വീട് ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ വീട് എന്ന് പറയുന്നത് ഒരു പള്ളിയുടെ ഇത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ ഒരു പള്ളി ഞാൻ റെഫറൻസ് വെച്ച് പറയണം, അല്ലെങ്കിൽ ഒരു സ്കൂൾ, ആ ഒരു സ്കൂളിന്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ എന്റെ വീടെത്തും. അങ്ങനെ ഞാൻ പറയില്ല. അപ്പൊ ഞാൻ ആ സ്കൂൾ റെഫറാക്കി പറയണേ, സ്കൂളിനെ റെഫറൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. അല്ലെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ എന്റെ വീടെത്തും, അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതാണ് നമ്മൾ ഒരാളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയണേനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞ ഇനേർഷ്യൽ ആൻഡ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, ഫ്രെയിം ഓഫ് റെഫറൻസ് ഫ്രെയിം എന്ന് മതി. ഫ്രെയിംസ് വിച്ച് ഒബേ, ഫ്രെയിംസ് എന്ന് മതി. ഫ്രെയിംസ് വിച്ച് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഫ്രെയിംസ് വിച്ച് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ is called inertial frame of reference. Frames which obey, frames എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, ആ ഒരു ഒബ്ജക്റ്റ് ന്യൂട്ടൺസ് ലോസ് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. അപ്പൊ നോൺ ഇനേർഷ്യൽ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം, നേരെ തിരിച്ചു പറഞ്ഞേ. ഫ്രെയിംസ് വിച്ച് ഡസ് നോട്ട് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ is called നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ന്യൂട്ടന്റെ ലോസിനെ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. ഒബേ ചെയ്യുന്നില്ലെങ്കിൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. എഴുതിക്കോ, ആ പോയിന്റ് കൂടെ എഴുതിക്കോ. ന്യൂട്ടൺസ് ലോ എന്ന് ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ആണ്, തേർഡ് ലോ അല്ല. ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോ, ജസ്റ്റ് ലോ എന്ന് മാത്രം എഴുതിയാൽ മതി. അടുത്ത പോയിന്റ് എഴുതിയാ, നോൺ ഇനേർഷ്യൽ എഴുതിയാ. ഇനേർഷ്യൽ അല്ലേ ഇപ്പൊ എഴുതിയത്, നോൺ ഇനേർഷ്യൽ എഴുതിക്കേ. Frames which does not obey Newton's law of motion is called non-inertial frame of reference. Okay, അടുത്തത് centripetal force. സെൻട്രിപെറ്റൽ ഫോഴ്സ് തന്നെയാണോ നമ്മൾ പഠിച്ചത് നേരത്തെ? ആണോ പഠിച്ചത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ലേ നമ്മൾ പഠിച്ചത്, ഫോഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. സെൻട്രിപെറ്റൽ ആയിരുന്നു. ഓക്കെ,
സെൻട്രിപിറ്റൽ എന്ന ആക്സിലറേഷൻ നമ്മൾ അതിനെ പറയാൻ കാര്യം എന്താ? ഒരു സർക്കിളിലല്ലേ അത് മൂവ് ചെയ്യുന്നത്, ഒരു സർക്കുലാർ മോഷനിൽ പോകുന്നത്. അതെന്താ നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ പറ, അത് പഠിച്ചാണെന്നല്ലേ അത് പറ. നമ്മളിപ്പോ എക്സാം കഴിഞ്ഞല്ലേ ഉള്ളൂ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, വെലോസിറ്റി, മാഗ്നിറ്റ്യൂഡ്, എന്താ പറയാ, when an object moves in uniform motion, uniform circular motion, magnitude of velocity സെയിം ആയിരിക്കും, but the direction of velocity ഞാൻ വരച്ചൊക്കെ കാണിച്ചതല്ലേ. ചേഞ്ച്. ഇപ്പൊ ഇങ്ങനെ ഒരു ഒബ്ജക്ട് യൂണിഫോം വെലോസിറ്റിയിൽ പോകണമെങ്കിൽ വരച്ചൊക്കെ കാണിച്ചായിരുന്നു. ഡയറക്ഷൻ ചേഞ്ച് ആവും, പക്ഷെ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി സെയിം ആയിരിക്കും, ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഡയറക്ഷൻ ചേഞ്ചസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അപ്പൊ അതിന് എന്ത് വരും? ഒരു ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യും. ദാറ്റ് ആക്സിലറേഷൻ ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ഓൾസോ ഡ്യൂ ടു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഇത് സിമ്പിൾ ആയിട്ട് പറയാം. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F ഈക്വൽ ടു ma. ഇവിടത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലേ? സെൻട്രിപിറ്റൽ ഫോഴ്സ് Fc ഈക്വൽ ടു m. ആക്സിലറേഷൻ, ഈ ഒരു സർക്കുലാർ മോഷനിൽ പോകുന്ന ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷന്റെ പേരെന്താ? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പൊ AC സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. Fc ഈക്വൽ ടു m ഇൻറ്റു, അത് നീ നോട്ട് ചെയ്യണല്ലേടാ. ഇനി ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ പഠിച്ചല്ലേ? AC is equal to v square by r. v square by r സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഞാനാണ് ഡിറൈവ് ചെയ്തത്, അതൊന്നും എനിക്കറിയാം. ആക്സിലറേഷൻ. ഇനി ഇവിടെ നമ്മൾ v ഈക്വൽ ടു r ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്, v ഈക്വൽ ടു r ഒമേഗ ദ ഹോൾ സ്ക്വയർ ബൈ r. ഇതൊന്നും ജസ്റ്റ് കാണിക്കേണ്ട ആവശ്യമില്ല, അതിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും? r ഒമേഗ സ്ക്വയർ. അത് ട്യൂഷൻ ബുക്ക് എടുത്തേ, വേഗം കൊടുക്കും. എടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതൊക്കെ a ഈക്വൽ ടു r ഒമേഗ സ്ക്വയർ, a ഈക്വൽ ടു v സ്ക്വയർ r. കണ്ടാ? ഇല്ലേ, വന്നിട്ടില്ലായിരുന്ന? വന്നവർക്കൊക്കെ കിട്ടിയല്ലോ. നീ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. പാരാബോളിക് അല്ലേ? പറഞ്ഞുതരാം. ഓക്കെ, കിട്ടിയാ? ഈ ഇക്വേഷൻ കിട്ടിയാ? അറിയില്ലാത്തവർ എഴുതി വെച്ചേ. സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ എഴുതട്ടാ സൈഡില്. ആദ്യം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എഴുതി വെക്ക. അതറിയോ? ഇല്ലെന്നാ അതെഴുത്. വെൻ ഒബ്ജക്ട്, ഇത് കഴിഞ്ഞ ചാപ്റ്റർ ഉണ്ടാ, എന്നാലും നിങ്ങൾ ഇല്ലാന്നോണ്ട് ഞാൻ പറയുന്ന. വെൻ ഒബ്ജക്ട്, നീ ഉണ്ടായിരുന്നു. അറിയാവുന്നവർ എഴുതണ്ട, ഇല്ലാത്തവർ എഴുതിയാ മതി. കഴിഞ്ഞ ചാപ്റ്റർ അല്ല, അതിന് മുമ്പ്. ഇത് ലോസ് ഓഫ് മോഷൻ അല്ലേ? വെക്ടർ അല്ല. ഓക്കെ, when an object moves in a uniform circular motion, magnitude of velocity is same, magnitude of velocity is constant. When an object moves in a uniform circular motion, magnitude of velocity is constant, but the direction of velocity changes from point to point. So there is an acceleration. ഇത് കഴിഞ്ഞെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ ഇക്വേഷനിലേക്ക്. So there is an acceleration. So there is an acceleration which is directed towards the center of the circle. It is called centripetal acceleration. Okay. Centrifugal എടുത്തിട്ടില്ല. ഓക്കെ, ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ അർജുനൊക്കെ എഴുതി വെച്ചോട്ടെ. ക്വിസ് ഉണ്ടായിരുന്നു ഇത് പഠിപ്പിച്ചപ്പോ. ഇത് എഴുതി വെച്ചേ. ഈ രണ്ട് ഇക്വേഷൻ ആണ് നമുക്കുള്ളത്. AC ഈക്വൽ ടു v സ്ക്വയർ ബൈ r, AC ഈക്വൽ ടു r ഒമേഗ സ്ക്വയർ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടിയാൽ v സ്ക്വയർ ബൈ r. ഇത് ബോക്സ് ചെയ്ത് വെച്ചോട്ടെ. ഇത് നമുക്ക് ഇനി എല്ലായിടത്തും വേണ്ടതാണ്, എല്ലാ ചാപ്റ്ററിലും തന്നെ വേണ്ടതാണ് സർക്കുലർ മോഷൻ പഠിക്കുമ്പോൾ.
FC equal to mr omega square. FC is equal to mr omega square. ഓക്കെ, ഇത് എഴുതിയാ when a body എഴുതി കൊടുത്ത പോയിന്റ്. when a body ഫോഴ്സ്, സെൻട്രിപിറ്റൽ ഫോഴ്സ്, when a body, ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? ഇപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ ആണ് AC ഈക്വൽ ടു V സ്ക്വയർ ബൈ R, AC ഈക്വൽ ടു R ഒമേഗ സ്ക്വയർ. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ കിട്ടുന്നത് എന്താണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. when a body moves in a circular path, the force experienced by the body is called centripetal force. When a body moves in a circular path, the force experienced by the body is called centripetal force. ആനന്ദ് ഉറങ്ങിയാ? when a body moves in a circular path. അപ്പൊ സർക്കുലാർ മോഷൻ പഠിക്കുമ്പോ എന്തൊക്കെ പഠിക്കണം? സർക്കുലാർ മോഷൻ പഠിക്കുമ്പോ സർക്കുലാർ മോഷനിൽ വരുമ്പോ വെലോസിറ്റി, ആക്സലറേഷൻ, ആംഗുലർ വെലോസിറ്റി, ഇതൊക്കെ പഠിച്ചതാ. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ഇതെല്ലാം പഠിക്കണോട്ടാ. ഇതൊക്കെ എല്ലാം പഠിക്കേണ്ടത്. അപ്പൊ വരുന്നതാണ് ഒരു സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഈ ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്ത് എഴുതി വെച്ച FC is equal to mv സ്ക്വയർ ബൈ R. അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. ആക്സലറേഷൻ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അധികം മുറിഞ്ഞ പോയി ഇടിച്ച ഓട്ടോ വന്നിടിച്ച ഇന്നലെ. ഓക്കെ, അടുത്തത് motion of a car on a leveled circular road. എന്താണ് മൊമെന്റം? ഇതിലില്ലേ, ഈ ചാപ്റ്ററിൽ വരുന്നില്ല. ഈ ചാപ്റ്ററിൽ 2 ഡെറിവേഷൻ കൂടെ കഴിഞ്ഞു. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന? മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽഡ് സർക്കുലർ റോഡ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന? ലെവൽഡ് സർക്കുലർ റോഡാണ്. ഓക്കെ, ലെവൽഡ് സർക്കുലർ റോഡ്, ലെവൽ ആയിട്ടുള്ള ഒരു സർക്കുലർ റോഡിൽ കൂടി ഒരു കാർ മൂവ് ചെയ്യണമെന്ന് വിചാരിക്കും. കാറിന്റെ പടം നോക്കണ്ട, കാറാണെന്ന് മനസ്സിലായില്ല, അത് മതി. മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽഡ് സർക്കുലർ റോഡ്. ഓക്കെ, കാറല്ല, ഒരു ബോഡിയാന്ന് വിചാരിക്കാം, പ്രശ്നമില്ലല്ലോ. കൺസിഡർ ബോഡി ഓഫ് മാസ് M മൂവിംഗ് വിത്ത് വെലോസിറ്റി V, റേഡിയസ് R. ഓക്കെ, ഒരു റേഡിയസ് R ആയിട്ടുള്ള ഒരു റോഡ് ഉണ്ട്, അതിലൊരു കാർ മൂവ് ചെയ്യാനുണ്ട് വിത്ത് വെലോസിറ്റി V. ഓക്കെ, സർക്കുലർ റോഡ്, ഇങ്ങനെ പോകുന്ന ഒരു സർക്കുലർ റോഡ്. എങ്ങനെ എടാ, ഒരു സർക്കുലർ റോഡിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്ത് പോണതാണ് സർക്കിൾ. എനിക്ക് ഇങ്ങനെ പോണേന്ന് വിചാരിക്കേ, കാർ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ പറ്റും. നീ ടെക്സ്റ്റില് ഫിഗർ നോക്കട്ടെ, ടെക്സ്റ്റിൽ ഇങ്ങനെയാണ്. മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽഡ് സർക്കുലർ റോഡ്. ഒന്നും മിണ്ടാതിരിക്കും, ഒന്ന് പറഞ്ഞോട്ടെ. ഈ കാറിന്റെ വെയിറ്റ് എങ്ങോട്ടായിരിക്കും? mg. റിയാക്ഷൻ ഫോഴ്സ് നേരെ മുകളിലേക്ക് ആയിരിക്കില്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ബോഡിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് റിയാക്ഷൻ ഫോഴ്സ്. ഓക്കെ, ഇതൊരു സർക്കുലർ റോഡിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന്റെ പേരെന്താ? സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ പറയുന്നത്?
mv²r. ഇത്രയും കിട്ടിയാ മോഷൻ ഓഫ് ഇത് ചോദിക്കൂട്ടാ. 3 ഡെറിവേഷൻ ആണെങ്കിൽ എടുക്കാൻ പോകുന്ന 3 ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരിക്കണം. ഇത് ചോദിക്കും. മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽഡ് സർക്കുലർ റോഡ് എന്ന് പറയുമ്പോൾ ഒരു റോഡ് വരക്ക, ഒരു കാർ വരക്ക, അതിന്റെ വെയിറ്റ് താഴേക്ക്, റിയാക്ഷൻ നേരെ പൊക്കത്തേക്കായിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ബാലൻസ് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ നോക്കിക്കേ, റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് നേരെ തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ റിസോൾവ് ചെയ്യുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്ന കമ്പോണന്റ് mg, r ഈക്വൽ ടു mg. ഇനി അടുത്തത് ഇവിടെ ഫോഴ്സ്, ഈ ഫോഴ്സ് കമ്പോണന്റിനെ ബാലൻസ് ചെയ്യുന്ന എന്തായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, റോഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു റോഡിന്റെയും കാറിന്റെയും കേസ് എടുക്കുമ്പോൾ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? റോഡും ആ ഒരു കാറിന്റെ ടയറും അത് തമ്മിലുള്ള ഇതിലായിരിക്കും ടാൻജൻഷ്യൽ ആയിട്ട് ആ റോഡിന്റെ കാറും ആ ഒരു കാറിന്റെ വീലും ആ ഒരു റോഡിന്റെ സർഫസിനും കൂടി ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? F ഈക്വൽ ടു mv²/r. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എഴുതല്ലേ. ഫിഗർ മാത്രം ഒന്ന് വരച്ച് എന്നിട്ട് ഞാൻ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ഫിഗർ മാത്രം വരക്കെ. അതില് കിട്ടൂല. ഇല്ല, ഇവിടെ വെച്ചാ കിട്ടുമോ? ഇപ്പൊ കഴിയാറായില്ലേ? അടുത്ത ക്ലാസ് ഓൺലൈൻ നിങ്ങളെല്ലാരും വരുന്നില്ലെങ്കിൽ വേറെ ആരും ഇല്ല. വരച്ചേ, വേഗം വരക്കേ. ഓക്കെ, എഴുതിക്കോ. കൺസിഡർഡ് എ വെഹിക്കിൾ ഓഫ് മാസ് m. കൺസിഡർഡ് എഴുതിയാ? വരച്ചു കഴിഞ്ഞിട്ട് എഴുതണേ. കൺസിഡർഡ് എ വെഹിക്കിൾ ഓഫ് മാസ് m. Considered a vehicle of mass m. Moving with the velocity v. Moving with the velocity v. along a leveled circular road, along a leveled circular road, velocity v, along a leveled circular road, of radius r. Okay, എഴുതിയാ? When the vehicle is moving along a circular road, it experiences a centripetal force. It is given by the equation എഴുതിക്കോട്ടാ. Is given by centripetal force. Is given by Fc equal to mv²/r. Fc is equal to mv²/r. ഏതാണ്? ഇതാ. ഇത് ഇക്വേഷൻ തമ്മിൽ അങ്ങ് ജസ്റ്റ് ഇക്വേഷൻ 2/1 ചെയ്താൽ മതി, ആൻസർ കിട്ടിക്കോളും. എവിടെ എഴുതിയാ? ഇതെഴുതിയാ? ഇനി ഇതെഴുതിക്കോ. ഇതെഴുതിക്കോ. r ഈക്വൽ ടു mg. ജസ്റ്റ് ഒന്നും നോക്കാനില്ല കേട്ടോ, പ്രത്യേകിച്ച് r ഉണ്ട് mg ഉണ്ട്, അത് ബാലൻസ് ആയതുകൊണ്ട് അത് എഴുതി. പിന്നെ ബാക്കിയുള്ളത് ലെവൽഡ് സർക്കുലർ റോഡ് ആയതുകൊണ്ട് ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് വന്ന്, സെൻട്രിപിറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് കമ്പോണന്റാ? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത് സിംപ്ലിഫൈ ആക്കണം. ഇത്ര എഴുതിക്കോ.
സിംപ്ലിഫൈ എം കട്ട് ചെയ്താൽ മതി. ഇതെന്താന്ന് അറിയാലോ, എഫ് ബൈ ആർ എന്താ, മ്യൂ ടു വി സ്ക്വയർ ബൈ ആർ ജി. ഇതിന് നമുക്ക് വി ഈസ് ഈക്വൽ ടു വെലോസിറ്റി, വി സ്ക്വയർ ഈക്വൽ ടു മ്യൂ ആർ ജി, വി ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. ഇതോടെ പോണു. ഒരു പോയിന്റ് കൂടെ എഴുതി വെച്ചോ, ഒരു പോയിന്റ് കൂടെ എഴുതിയോ പോയിട്ട്. വി എന്താ, വി എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി. വി എന്താ, വെലോസിറ്റി. അപ്പൊ ഇതാണ് ഒരു ലെവൽഡ് സർക്കുലർ റോഡിൽ കൂടി പോകുമ്പോഴുള്ള മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഏതാണ്, മ്യൂ കോൺസ്റ്റന്റ്. മ്യൂവിന്റെ വാല്യൂ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, പ്രോബ്ലം ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് തന്നിട്ടുണ്ടാവും. നമ്മൾ തന്നെ ഫൈൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ ചോദിക്കാറില്ല. മ്യൂ തന്നിട്ടുണ്ടാവും, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ടാവും. അല്ലെ മ്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പൊ ഇത് എന്താണ് പറഞ്ഞേക്കുന്നത്, ഇതാണ് മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് അപ്പൊ ഒരു ലെവൽഡ് സർക്കുലർ റോഡിൽ കൂടി പോകുമ്പോൾ ഈ ഒരു വെലോസിറ്റിയാണ് മാക്സിമം വെലോസിറ്റി. ഇതിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി എന്ത് ചെയ്യും, സ്കിഡ് ചെയ്യും. ഒരു പോയിന്റ് കൂടെ ആയിരിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ റോഡ് ആൻഡ് ടയർ that is providing necessary centripetal force. That is providing necessary centripetal force. ഒന്ന് വേഗം ഒന്ന് നോക്കിക്കേ, അതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഒന്നുമില്ല, സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക് അവിടെ കഴിഞ്ഞു. ജസ്റ്റ് വായിച്ചു വെക്കുക. ഒരു റോഡിൽ കൂടി ഒരു വെഹിക്കിൾ പോകുന്നുണ്ട്, ആ വെഹിക്കിളിന്റെ മാസ് എം, അതിന്റെ റേഡിയസ്, റോഡിന്റെ റേഡിയസ് 6. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു, റിയാക്ഷൻ ഫോഴ്സ് നേരെ നോർമൽ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കിട്ടും. ആ സ്റ്റെപ്സ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക് അവിടെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, അടുത്തെടുക്കാം. ഓക്കെ, നോക്കിയാ അടുത്ത ടോപ്പിക് എഴുതിക്കോ. മാക്സിമം സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് സർക്കുലർ റോഡ്. മാക്സ് അത് തന്നെയാ. ബാങ്ക്ഡ് സർക്കുലർ റോഡ്, ബാങ്ക്ഡ്, BANKED, ബാങ്ക്ഡ്. പറഞ്ഞുതരാം എന്താണ് ബാങ്ക്ഡ് സർക്കുലർ റോഡ്. ഒന്ന് ഫിഗർ കാണിച്ചു തന്നാലേ മനസ്സിലാവുള്ളൂ. ബാങ്ക്ഡ് സർക്കുലർ റോഡ് ഞാൻ വരക്കണം, ഞാൻ വരച്ചോളൂ. ബാങ്ക്ഡ് സർക്കുലർ റോഡ്, BANKED, ബാങ്ക്ഡ് സർക്കുലർ റോഡ്. നീ എന്താന്ന് വെച്ചേ, ബാങ്ക്ഡ് സർക്കുലർ റോഡ്. ഓക്കെ, ബാങ്ക്ഡ് സർക്കുലർ റോഡ്. ബാങ്ക്ഡ് എന്ന് പറയുന്നത് എന്താ, ബാങ്ക്ഡ് സർക്കുലർ റോഡ് കണ്ടിട്ടുണ്ടോ? ബാങ്ക് അല്ല, ബാങ്ക്ഡ് സർക്കുലർ റോഡ് കണ്ടിട്ടുണ്ടോ?
അത് പറഞ്ഞു തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേസിംഗ് കാണാറുണ്ടോ? കാർ റേസിംഗ്. ഓക്കെ, അപ്പൊ അതിലിങ്ങനെ പോകുമ്പോ ചില സ്ഥലത്ത് ഇങ്ങനെ ചരിഞ്ഞ് കയറി പോണ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പോണം. കാണിച്ചു തരാൻ അത്രേ പറ്റുള്ളൂ, അല്ല പിന്നെ പിക്ക് കാണിച്ചു തരാം. ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് നോക്ക്. ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും കാർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറി പോണ കണ്ടിട്ടില്ലേ ഒരു സർഫസിന്റെ കൂടി? അതിനെയാണ് നമ്മൾ ബാങ്ക്ഡ് സർക്കുലർ റോഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ആംഗിൾ, ഒരു ആംഗിൾ വരുന്നുണ്ട്. ഇങ്ങനെ വളഞ്ഞല്ലേ പോകുന്നത്, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോണേല്ല. ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ചത് ലെവൽഡ് സർക്കുലർ റോഡിൽ കൂടി കാർ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇവിടെ റോഡ് സർക്കുലർ തന്നെ, ആ ഒരു പാത്ത് സർക്കുലർ തന്നെ, പക്ഷെ കാർ എങ്ങനെയാ പോകുന്നത്? പിക്ക് കാണിച്ചു തരാൻ പറ്റും, കാണിച്ചു തരാം, അല്ലെങ്കിൽ മനസ്സിലാവൂല. ഓക്കെ, ഇത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ റിയാക്ഷൻ കമ്പോണന്റിനെ ബാലൻസ് ചെയ്യാനുള്ള കമ്പോണന്റ് ഇവിടെ ഇല്ല, അല്ലെ? രണ്ടും ബാലൻസ്ഡ് ആയിട്ട് വേണ്ടേ. നേരത്തെ നമ്മൾ വരച്ച കേസിൽ R = mg പറയായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെ പറ്റുമോ? ചാപ്റ്റർ തീരാതെ ഞാൻ വിടില്ല കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു. R = mg അത് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഈ റിയാക്ഷൻ കമ്പോണന്റിനെ നമുക്ക് R = mg നമുക്കിവിടെ പറയാൻ പറ്റില്ലല്ലോ. എഴുതിയപ്പോ മാറിപ്പോയതാ. R = mg നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റിയാക്ഷൻ കമ്പോണന്റ് Rന് നമുക്ക് രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഇത് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ, ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, 90 - തീറ്റ തീറ്റ. ഇവിടെ എന്ത് വരും? R cos തീറ്റ, R sin തീറ്റ. ഈ ഫിഗർ ഒന്ന് സെപ്പറേറ്റ് വരച്ചേ, സെപ്പറേറ്റ് എടുത്ത് വരക്കുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതായത് സെപ്പറേറ്റ് വരച്ച് കാണിക്കണം. എന്താ നിനക്ക് മനസ്സിലാവാത്ത? ഇത് mg, ഇത് R, ഇത് തമ്മിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? എടാ സ്ട്രെയിറ്റ് വന്നാലല്ലേ ഇത് കണ്ട, ഈ ബോഡി ഇങ്ങനെ നിക്കണം. ഇത് R, ഇത് mg എന്ന് വന്നാൽ മാത്രമല്ലേ നമുക്ക് R = mg എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഏത് ഇക്വേഷൻ? അല്ലല്ല, വേറെ വരട്ടെ. ഏതാടാ? ഏതാണ് ഇതാണോ അത് ഉദ്ദേശിച്ചത്? ഇത് തീറ്റ ആണെങ്കിൽ ഇത് ഓൾട്ടർനേറ്റീവ്, ഇത് തീറ്റയല്ലേ വരുള്ളൂ. ഇത് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഇത് 90 - തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ. ആ ഒരു കൺസെപ്റ്റിൽ എടുത്തേക്കണം തീറ്റ. ഇത് സെപ്പറേറ്റ് വരച്ചാ വേഗം വരച്ചേ. ഇതിന്റെ ഈ ഹെഡിങ് എഴുതിയാൽ നമ്മൾ എന്താ? മാക്സിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ ബാങ്ക്ഡ് സർക്കുലർ റോഡ് വിത്തൗട്ട് കൺസിഡറിംഗ് ഫ്രിക്ഷൻ എന്ന് എഴുതിക്കോ. വിത്തൗട്ട് കൺസിഡറിംഗ് ഫ്രിക്ഷൻ ഹെഡിങ്ങിന്റെ കൂടെ തന്നെ എഴുതിക്കോ. ബ്രാക്കറ്റിൽ എഴുതിക്കോ വിത്തൗട്ട് കൺസിഡറിംഗ് ഫ്രിക്ഷൻ. ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. വിത്തൗട്ട് കൺസിഡറിംഗ് ഫ്രിക്ഷൻ എഴുതിയില്ലേ നീ? ഉറങ്ങണായിരുന്നല്ലേ? അപ്പൊ നീ വേറെ മറ്റേത് എഴുതിയ? ഇതിന് മുമ്പ് പഠിപ്പിച്ച ടോപ്പിക് എഴുതിയ? മാക്സിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് സർക്കുലർ റോഡ് വിത്തൗട്ട് കൺസിഡറിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി ഇതൊന്ന് ബാലൻസ് ചെയ്ത് പറഞ്ഞേ. R cos θ വേഗം പറ. R cos θ = mg. ബാക്കിയുള്ള R sin θ ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, വിത്തൗട്ട് കൺസിഡറിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ഇവിടെ ഒരു സർക്കുലർ റോഡ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഏതാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r. ഇനി ഇക്വേഷൻ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 2/1 ചെയ്ത് സോൾവ് ചെയ്തേ. എന്നിട്ട് v എത്ര വരും ഒന്ന് കണ്ടുപിടിച്ചേ. ആ ഫിഗർ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല, ഫിഗർ മാത്രം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ തന്നെ ഇതൊന്നും എഴുതണം കേട്ടോ. എപ്പോഴും പറയണ പോലെ ഞാൻ എഴുതിക്കും. ഇത് 3 കേട്ടോ. അടുത്ത ക്ലാസ് ട്യൂസ്ഡേ അല്ല സോറി മൺഡേ. ഓർക്കുവന്ന ഞാനാ? എന്തായാലും ഓർക്കും, കാരണം ഈ ചാപ്റ്റർ തീരുമല്ലോ. അപ്പൊ ഞാൻ ഓർക്കും. വേഗം കണ്ടുപിടിച്ചേ.
സൈൻ തീറ്റ ബൈ കോസ് തീറ്റ കിട്ടിയാ? ക്രിസിന് കിട്ടിയാ? ജോസിന് കിട്ടി? അർജുൻ എഴുതിയാ? സെന്റൻസ് ആയിട്ട് എഴുതിക്കോളൂ, അല്ല ഞാൻ പറഞ്ഞു തന്നോ? സെന്റൻസ് കറക്റ്റ് പറഞ്ഞു തന്നെ. ഡെറിവേഷൻ ചോദിക്കുമെങ്കിൽ എഴുതാൻ വേണമെങ്കിൽ എഴുതിക്കോ, അതുകൂടെ എഴുതി വെച്ചോ. സെന്റൻസ് ആയിട്ട് എഴുതണം കേട്ടാ, അല്ലെങ്കിൽ എഴുതിയാൽ മതി. കൺസിഡർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺസിഡർഡ് വെഹിക്കിൾ ഓഫ് മാസ് എന്ന് വേണ്ടല്ലോ, അത് എഴുതിക്കോളൂല്ലേ? എഴുതുമോ? അത് എന്നാ എഴുതിക്കോ, ഇപ്പൊ തന്നെ എഴുതിക്കോ, എഴുതി വെച്ചോ. കൺസിഡർഡ് വെഹിക്കിൾ ഓഫ്, അത് തുടങ്ങണതിന് മുമ്പ് എഴുതിക്കോളൂ കേട്ടോ. ഞാൻ എഴുതാൻ അറിയാവുന്നോർത്ത് ഞാൻ പറയാനത്. ജസ്റ്റ് ഡെറിവേഷൻ അത് മാർക്ക് നോക്കിയിട്ട് എഴുതണേ. അർജുന് കിട്ടിയില്ലേ? എവിടെ എത്തി? സ്റ്റക്കായ? മാർക്ക് നോക്കിയിട്ട് എഴുതണം കേട്ടാ. ഡെറിവേഷൻ ഇപ്പൊ 4 മാർക്ക് 5 മാർക്കിനൊക്കെയാണ് ചോദിക്കണമെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതി വെക്കരുത്. ഫിഗർ വരക്കണതിന് മാർക്ക് ഉണ്ട് കേട്ടാ ക്രിസേ. ഫിഗർ വരക്കണതിന് മാർക്ക് ഉണ്ട്. സെന്റൻസ് ആയിട്ട് എഴുതുന്നതിന് കൺസിഡർഡ് എ ബോഡി ഓഫ് മാസ് എം മൂവിങ് അലോങ് ദ ബാങ്ക്ഡ് സർക്കുലർ റോഡ് ഓഫ് റേഡിയസ് ആർ. ഓക്കെ, when a body moving in a circular path it experiences a force that is called centripetal force. അതിന്റെ ഇക്വേഷൻ എഴുതുക. എടുത്തെടുത്ത് എഴുതുന്നതിന് ഓരോ സ്റ്റെപ്പിനും അനുസരിച്ചാ മാർക്ക് ഇടുന്നത്. അല്ലാതെ നമ്മളിത് ഈ 4 സ്റ്റെപ്പ് എഴുതി വെച്ചിട്ട് 5 മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. ഫിഗറിന് മാർക്ക് ഇടും. ഫൈനൽ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. ഒരു ആൻസർ പ്രസന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഫിഗർ വരക്കണം, സെന്റൻസ് ആയിട്ട് എഴുതണം, ഫൈനൽ ഇക്വേഷൻ ബോക്സ് ചെയ്ത് കാര്യങ്ങൾ എടുത്ത് എഴുതുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, V equal to പ്രത്യേകിച്ചൊന്നുമില്ല. കൺസിഡർഡ് എ വെഹിക്കിൾ ഓഫ് മാസ് എം മൂവിങ് അലോങ് എ ബാങ്ക്ഡ് സർക്കുലർ റോഡ് ഓഫ് റേഡിയസ് ആർ. മറ്റതിൽ പറഞ്ഞ പോലെ തന്നെ when a body moving along a circular path it experiences a centripetal force that is given by Fc is equal to mv square by r. പിന്നെ ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. പിന്നെ ഒരു സെന്റൻസ് കൂടെ വേണമെങ്കിൽ എഴുതിക്കോട്ടെ. The reaction force R can be resolved into 2 components, R cos theta and R sin theta. ബാങ്ക് സർക്കുലർ റോഡ് കൂടെ ഉണ്ടല്ലോ. അഞ്ച് മിനിറ്റ് കൂടെ ഇല്ല, ഒരു ടോപ്പിക് എടുക്കട്ടെ. ലാസ്റ്റ് ടോപ്പിക് എടുക്കട്ടെ. 5 മിനിറ്റ് കൂടി ഉണ്ട്. വേഗം തീർക്കാം, എടുക്കട്ടെ. അടുത്ത ഇത് തന്നെ, വിത്ത് കൺസിഡറിങ് ഫ്രിക്ഷൻ. ലാസ്റ്റ് ചാപ്റ്റർ തീരണേ. കൺസിഡറിങ് ഫ്രിക്ഷൻ സെയിം കേസ് തന്നെ, നമ്മൾ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. മാക്സിമം സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് സർക്കുലർ റോഡ്. പേനെ കടച്ച. മാക്സിമം സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് സർക്കുലർ റോഡ്. അല്ല, അടുത്ത സ്റ്റേറ്റ്മെന്റ് അല്ല, അടുത്ത ഹെഡിങ് എഴുതിക്കോ. ഇത് തന്നെ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്ത് എഴുതണമെന്നേ ഉള്ളൂ. മാക്സിമം സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് സർക്കുലർ റോഡ് വിത്ത് ഫ്രിക്ഷൻ. ഓക്കെ, സെയിം ഫിഗർ തന്നെ. എന്താ വ്യത്യാസം? എന്താ ഉള്ളത്? നമ്മളിവിടെ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നേരത്തെ ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഈ ഒരു ഇതൊന്നും നോക്കി ഇതോട് കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞ് നേരത്തെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. Fc ഈക്വൽ ടു mv സ്ക്വയർ ബൈ r. ഇവിടെ ഇതെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്, വ്യത്യാസം ഒന്നുമില്ല. പക്ഷെ ഇവിടെ എന്തുകൂടി വരുന്നുണ്ട്? ഫ്രിക്ഷനും കൂടി വരുന്നുണ്ട്. ഫ്രിക്ഷൻ എവിടെയായിരിക്കും ആക്ട് ചെയ്യാൻ പോണത്? ഇതാണ് കാറ്. ഓക്കെ, ടാൻജൻഷ്യൽ ആയിട്ടല്ലേ ആക്ട് ചെയ്യുള്ളൂ. ഈ ഡയറക്ഷനിലാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. അതാണ് ഫ്രിക്ഷന്റെ കമ്പോണന്റ് എഫ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. ഇതിനെ നമുക്കിനി എന്ത് ചെയ്യാം? 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ ആയി. കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണം മോനെ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇതിനെ നമുക്ക് 2 കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ,
ഇവിടെ ഈ തീറ്റയാണ്. ഇത് ഓൾറെഡി മറ്റേ ഫിഗറിൽ ഉള്ളത് തന്നെ, വ്യത്യാസമൊന്നുമില്ല. അതിൽ ആ ഒരു സെയിം ഫിഗറിൽ തന്നെ ഒരു ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു കമ്പോണന്റ് മാത്രം ജസ്റ്റ് കയറി വരുന്നുള്ളൂ. ആ തീറ്റ ഇത്രയും ഫിഗർ ഓക്കെ അല്ലേ? എല്ലാം പോയി. ഇത്രയും ഫിഗർ ഓക്കെ ആയിരുന്നില്ലേ? ഇവിടെ ഒരു ഫ്രിക്ഷൻ വരുന്നു എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ ഈസ് ആക്ടിങ് ടാൻജൻഷ്യലി ആക്ട് ചെയ്യുന്നു. ഈ കാറിന്റെ ടയറിലേക്കും റോഡിന്റെ സർഫസിലേക്കും ടാൻജൻഷ്യലി ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നു. അത് ഞാൻ എഫ് എന്നെടുത്ത്. ഓക്കെ, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുമ്പോൾ ഈ റോഡും ഈ ഒരു ഇതും കൂടി ഒരു ആംഗിൾ ഉണ്ടാവും. ഓക്കെ, അതിനെ നമ്മളിപ്പോ എന്ത് ചെയ്യുക? റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണന്റ് ആക്കുക. ഏതാണ്? ആൽഫ എന്നുള്ളത് എഴുതാനോ? തീറ്റാന്ന് തന്നെ എടുക്കണം. തീറ്റാന്ന് തന്നെ എടുക്കണം. നമ്മൾ സെയിം സംഭവം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഫ്രിക്ഷൻ അവിടെ വരുന്നു, അത്രയും ചിന്തിച്ചാൽ മതി. ഒരു ഫിഗർ പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. മറ്റേ ഫിഗർ പഠിക്കുക, അതിലൊരു ഫ്രിക്ഷൻ വരുന്നു, എഫ് വരുന്നു. ആ എഫിന് നമുക്കിവിടെ ഓപ്പോസിറ്റ് കമ്പോണന്റ് ഒന്നും ഇല്ല. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമുക്ക് ഈ എഫിനെ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യും. ഈ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ അടുത്തുള്ള ആംഗിൾ തീറ്റ, അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. സെയിം ഫിഗർ, ഫ്രിക്ഷൻ വരുന്നു, ഈ ആംഗിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എഫ് കോസ് തീറ്റ, എഫ് സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ആർ കോസ് തീറ്റനെ ബാലൻസ് ചെയ്യുന്ന അപ്പൊ എത്ര കമ്പോണന്റ് വന്നിട്ടുണ്ട്? രണ്ട് കമ്പോണന്റ്, എം ജിയും എഫ് സൈൻ തീറ്റ. താഴേക്ക് രണ്ട് കമ്പോണന്റ്, ആർ കോസ് തീറ്റ ഈക്വൽ ടു എഫ് സൈൻ തീറ്റ പ്ലസ് എം ജി. ഓക്കെ, നേരത്തെ ഫിഗർ തന്നെ, അഡീഷണൽ ആയിട്ട് രണ്ട് കമ്പോണന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതിലേക്ക് ആർ കോസ് തീറ്റനെ ബാലൻസ് ചെയ്യുന്ന ആർ കോസ് തീറ്റയുടെ നേരെ താഴെ രണ്ട് കമ്പോണന്റ് ഉണ്ട്, എഫ് സൈൻ തീറ്റ പ്ലസ് എം ജി. അത് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണേ. ആർ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇത് വരച്ചേ, ഒന്നുകൂടി വരക്ക്, വേഗം വരക്ക്. വരക്കണം, അതിൽ തന്നെ വരക്കരുത്. വിത്ത് കൺസിഡറിങ് ഫ്രിക്ഷൻ അടുത്തത് വരക്ക്. വരച്ച നീ വരച്ചേ, ബാക്കി വരക്കാത്തവരെല്ലാരും വരക്കും. മനസ്സിലാവുന്ന രീതിയിൽ വരക്കണേ. സെയിം ഫിഗർ, അതിലൊരു ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വരച്ച അടുത്തതുകൂടി പറഞ്ഞോട്ടെ. ഇവിടെ അപ്പൊ ഇവിടത്തെ കമ്പോണൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതിലെ കമ്പോണൻസ് നോക്കിക്കേ. ആർ സൈൻ തീറ്റ, എഫ് കോസ് തീറ്റ. ഫ്രിക്ഷന്റെ കമ്പോണന്റ് ഏതാണ്? എഫ് കോസ് തീറ്റ. നേരത്തെ ഓൾറെഡി ആർ സൈൻ തീറ്റ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനെ ബാലൻസ് ചെയ്യാൻ പോണ കമ്പോണന്റ് ഏതായിരിക്കും? നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു എഫ് കോസ് തീറ്റ മാത്രമേ കയറി വന്നിട്ടുള്ളൂ. മനസ്സിലായ? നേരത്തെ എഴുതിയ സെയിം ഇക്വേഷനിൽ തന്നെ ഇവിടെ ഒരു എഫ് സൈൻ തീറ്റ വന്നു. നേരത്തെ എഴുതിയ സെയിം ഇക്വേഷനിൽ ഇവിടെ അഡീഷണൽ ആയിട്ട് എന്തുകൂടി വരും? എഫ് കോസ് തീറ്റ. ആ ഫ്രിക്ഷന്റെ ടേംസ് മാത്രം ഒന്ന് ആഡ് ചെയ്ത് വെച്ചാൽ മതി അതിൽ. മനസ്സിലായോ? ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണേ. ഇവിടെ നോക്കിക്കേ, ആർ സൈൻ തീറ്റ, ബാക്കിയുള്ള കമ്പോണന്റ് ഏതാ? എഫ് കോസ് തീറ്റ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. സെയിം ഇക്വേഷൻ തന്നെയല്ലേ? എഫ് സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും മാത്രമല്ലേ അതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ. വേറെ ഒന്നും ആലോചിക്കണ്ട. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്തെഴുതാൻ പറ്റുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ഫിഗർ ജസ്റ്റ് വരക്കുക. വരച്ചു കഴിഞ്ഞിട്ടുണ്ടോ? നേരത്തെ സെയിം ഇക്വേഷനിൽ ഒരു എഫ് സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും, എഫ് സൈൻ തീറ്റയും വന്നിട്ടുണ്ട്, എഫ് കോസ് തീറ്റയും വന്നിട്ടുണ്ട്. അത് മാത്രമേ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. ഇത് എക്സാമിന് എന്തായാലും ചോദിക്കും, ഡെറിവേഷൻ ആയിട്ട് തന്നെ ചോദിക്കും. ഫിഗർ വരക്കണം, എഴുതണം. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ 1/2 എഴുതിയാ? വേഗം ഇക്വേഷൻ എഴുതുക.
ഓക്കെ, അടുത്ത സെയിം സ്റ്റെപ്പ് തന്നെ. ഇക്വേഷൻ 2/1, ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. മനസ്സിലായോ? ഏതാ ഇതിന് അറേഞ്ച് ചെയ്യണം. ഇത് മൈനസ് ആണ് എങ്ങനെയെന്നാ? ഇല്ല, ഇത് നമ്മൾ ഓൾറെഡി എമ്മിന്റെ ടേംസിലാണ് എഴുതിയേക്കുന്നത്. എം ജി എം വി ഒരുമിച്ച് വരാൻ വേണ്ടി അതിനൊന്ന് അറേഞ്ച് ചെയ്തു. ഏത് മേളില് പ്ലസ് എടാ ആ രീതിയിലൊന്ന് ഇക്വേഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് എം ജി ഈക്വൽ ടു എം ജി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇക്വേഷൻ 2/1 ചെയ്യാം. ഇനി അടുത്തത് ആർ കോസ് തീറ്റ കൊണ്ട് എല്ലാ ടേമിനെ ഒന്ന് ഡിവൈഡ് ചെയ്തേ. ആർ കോസ് തീറ്റ കൊണ്ട് എല്ലാ ടേമിനെ ഒന്ന് ഡിവൈഡ് ചെയ്യട്ടാ. ഏതാണ്? ഇല്ല കട്ട് ചെയ്യരുത്, ഞാൻ പറയട്ടെ. ഈ സ്റ്റെപ്പ് ഇത്ര സ്റ്റെപ്പ് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പില് ഓരോ ടേമിനെയും, ഇവിടെയുള്ള ഓരോ ടേമിനെയും, ഈ സൈഡിലുള്ള എല്ലാ ടേംസിനെയും ആർ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പുറത്ത് ചെയ്യണ്ട, ഒരു സൈഡ് മാത്രം. ഇതെഴുതിയാ? ഇത്ര എഴുതിയാ? ഇതെഴുതിയാ? ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായില്ല. ഏതാണ്? ഇതാ ആർ കട്ട് ചെയ്തു, ബാക്കി ടാൻ തീറ്റ. അത് ഫസ്റ്റ് തന്നെ വേണേ കട്ട് ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. ഇവിടെ കോസ് തീറ്റ പോയി ബാക്കിയുള്ളത് F/R. ഇവിടെ കോസ് തീറ്റ പോയി ഫുള്ള് കട്ടായി. ബാക്കിയുള്ളത് F സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ. സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ F/R. ഇനി F/R എന്താ? F/R അറിയാല്ല. F പ്രൊപ്പോർഷണൽ ടു R, F ഈക്വൽ ടു മ്യൂ R. അപ്പൊ എന്താ F/R എന്താ? മ്യൂ. എങ്ങനെ എഴുതാം? ടാൻ തീറ്റ F പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. നീയല്ലേ ആദ്യം പറഞ്ഞ മാത്സ് ഉണ്ടാവൂലല്ലോ? മാത്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് വി സ്ക്വയറിന്റെ ഇക്വേഷൻ. അപ്പൊ വി ഈക്വൽ ടു റൂട്ട് ഓഫ് ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഏതാണ്? എവിടെയാണ്? എവിടെയുണ്ട്? ഓ, നമ്മളത് കൺസിഡർ ചെയ്തില്ലല്ലേ? ഓക്കെ, ഇല്ല കുഴപ്പമില്ല. ബി സ്ക്വയർ അല്ലേ? വേണ്ട, അപ്പുറത്ത് കിടക്കണ കമ്പോണന്റ് അല്ലേ? ഒന്നുകൂടെ പറയണ, ഇത് കൺഫ്യൂഷൻ ആയോ? എവിടെ വരെ കിട്ടി? ഇവിടെ വരെ കിട്ടിയാ? ടൈം പോയില്ല. ഓക്കെ, എവിടെ വരെ കിട്ടി? അതെ, എവിടെ വരെ കിട്ടി? ഒന്നുകൂടെ പറഞ്ഞുതരാം. എവിടെ വരെ ഓക്കെ? 3:30. ഇവിടെ വരെ കിട്ടിയാ? അവിടെ വരെ ഓക്കെ ആണ്. ഓക്കെ, tan theta plus mu divided by 1 minus mu tan theta. V square equal to root of ആർജിങ്ങാട് വരും. ശരിയാ, പീറ്റർ പറഞ്ഞ ശരിയാ. മനസ്സിലായ? ഡെറിവേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, അത് എക്സാമിന് വരും. ക്ലിയർ ആയ? അർജുന് വല്ല ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറഞ്ഞു തന്നെങ്കിൽ തരാം.
കിട്ടിയാ? വേണമെങ്കിൽ പറഞ്ഞുതരാട്ടാ. എക്സാമിന് എന്തായാലും വരും. ക്രിസിന് കിട്ടിയാ? എവിടെയെങ്കിലും പോയിട്ടുണ്ടാ? ആ ഡെറിവേഷൻ കിട്ടിയാ? എങ്ങനെ വന്നാന്ന് കിട്ടിയാ കറക്റ്റ് ആയിട്ട്? ജോസിന് കിട്ടിയാ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, എക്സാമിന് വരുമോ? അതാ ഞാൻ പറയണം. അമ്മന് കിട്ടിയാ? ഒന്നുകൂടെ പറഞ്ഞുതരാൻ വേണമെങ്കിൽ പറയണ. വേണം ടൈം പോകുന്ന നോക്കണ്ട, നിനക്ക് എക്സാമിന് വരുമോ ഡെറിവേഷൻ എന്തായാലും? ഈ ചാപ്റ്റർ ഇല്ല, ഫൈനൽ എക്സാമിന് ഉണ്ടല്ലോ. ഇതൊന്ന് എഴുതി പഠിച്ചിട്ട് വരുമോ? കിട്ടിയാ? ഒന്നുകൂടെ ചോദിക്കണേ. കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാട്ടാ. എവിടെയെങ്കിലും പോയിട്ടുണ്ടാന്ന് നോക്കിക്കേ, ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടാന്ന് നോക്ക്. മറ്റേതിനെ വെച്ച് നോക്കാനാണെങ്കിൽ ഒരു ഫ്രിക്ഷൻ മാത്രമേ ഇവിടെ കൂടി വന്നിട്ടുള്ളൂ. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്ത് ആ ഫ്രിക്ഷന്റെ കമ്പോണന്റ് രണ്ടായിട്ട് റിസോൾവ് ചെയ്ത് അപ്പൊ നോക്കിയപ്പോ ആർ കോസ്റ്റീറ്റനെ ബാലൻസ് ചെയ്യാൻ രണ്ട് കമ്പോണന്റ് വന്നിട്ടുണ്ട്, ആർ സൈൻ തീറ്റ പ്ലസ് എം ജി. പിന്നെ ഇവിടെ നോക്കാനാണെങ്കിൽ എഫ് കോസ്റ്റീറ്റ, ഇവിടെ എഫ് കോസ്റ്റീറ്റ ഉണ്ട്, ആർ സൈൻ തീറ്റ ഉണ്ട്. ഇവിടെ ഉള്ളത് ഏതാണ്? എം വി സ്ക്വയർ ബൈ ആർ, സെൻട്രിപിറ്റൽ ഫോഴ്സ്. നേരത്തെ സെയിം ഇക്വേഷൻ തന്നെ, അവിടെ ഈ ഇക്വേഷൻ ഒന്നും വന്നേ ഉള്ളൂ. പിന്നെ കൺഫ്യൂഷൻ ആവാൻ വേണ്ടി വന്നത് ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എം ജി, ഇത് രണ്ടും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് അതിനൊന്ന് അറേഞ്ച് ചെയ്തത്. ഇപ്പൊ രണ്ട് ഇക്വേഷൻ വന്ന്, ഇക്വേഷൻ സാധാരണ ചെയ്യുന്ന മെത്തേഡ് തന്നെ ഇക്വേഷൻ 2/1. ഇതിന് ത്രൂ ഔട്ട് ആർ കോസ്റ്റീറ്റ വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യണം. എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതെന്തായി? ആർ. ഇത് പോയി കഴിഞ്ഞപ്പോൾ ബാക്കി ടാൻ തീറ്റ. ഇവിടെ എന്തോന്ന്? എഫ് ബൈ ആർ. എഫ് ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂ. അതറിയില്ലെങ്കിൽ എഴുതി വെച്ചോട്ടാ. മ്യൂ എങ്ങനെ വന്നെന്ന് എഴുതിക്കോട്ടാ. ഇനി അത് മറന്നു പോകും. ഇപ്പൊ പറയുമ്പോൾ കിട്ടും, പിന്നെ പറയുമ്പോൾ മറന്നു പോരുത്. എഫ് ബൈ ആർ എങ്ങനെയാ വന്നത്? എഫ് പ്രൊപ്പോർഷണൽ ടു ആർ, എഫ് ഈക്വൽ ടു മ്യൂ ആർ. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? മ്യൂ ഈക്വൽ ടു എഫ് ബൈ ആർ. ഇവിടെ ആർ കോസ്റ്റീറ്റ കിട്ടി. ഇവിടെ ഇത് പോയി 1 വന്ന്, ഇവിടെ എന്ത് വന്ന്? എഫ് ബൈ ആർ മ്യൂ ടാൻ തീറ്റ, മ്യൂ ടാൻ തീറ്റ വന്നു. ഇനി ഇപ്പുറത്തൊരു വി സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ ആർ ജി ഉണ്ടായിരുന്നു. അത് ഞാൻ എഴുതാൻ മറന്നു പോയതാ, പൊക്കത്തേക്ക് പോയപ്പോ താഴെ എഴുതിയിട്ടുണ്ട്. വി സ്ക്വയർ ആർ ജി എന്താ കണ്ടുപിടിക്കേണ്ട? വെലോസിറ്റി ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഈ ബാങ്ക്ഡ് സർക്കുലർ റോഡിൽ കൂടെ പോകുമ്പോ വെലോസിറ്റി മാക്സിമം വരേണ്ട വെലോസിറ്റി ആണ് അവിടെ എഴുതിയേക്കുന്നത്. ശ്രദ്ധിച്ചേ പീറ്റർ, കേട്ടെ. ആ ബാങ്ക്ഡ് സർക്കുലർ റോഡിൽ കൂടി പോകുമ്പോ മാക്സിമം വരേണ്ട വെലോസിറ്റി ആണ് അവിടെ എഴുതിയേക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ വെലോസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്കിഡ് ചെയ്യും. ഓക്കെ, മാക്സിമം വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. ലെവൽഡ് സർക്കുലർ റോഡിൽ കൂടി വരുമ്പോഴത്തേക്കും ഉള്ള വെലോസിറ്റി ആണ് നമ്മൾ പഠിച്ച വി ഈക്വൽ ടു, നേരത്തെ ഏതാ പഠിച്ച? വി ഈക്വൽ ടു റൂട്ട് ഓഫ് 35